അനുമോദ് നമ്മൾ ഓർത്തെടുക്കുമ്പോൾ ഒരുപാട് ഈ നിർമ്മാല്യം പോലുള്ള സിനിമകളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം ചർച്ച ചെയ്തു. അദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, നിർമ്മാല്യം ഈ കാലഘട്ടത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു സിനിമയല്ല. ശങ്കരാടിയാണ് നിർമ്മാല്യത്തിൽ ആദ്യം നായകനായി നിശ്ചയിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം തന്നെ ശങ്കരാടിയുടെ തന്നെ ആഗ്രഹപ്രകാരമാണ് മാറ്റിയത്. കാരണം തനിക്ക് ഒരു വെളിച്ചപ്പാടിന് പറ്റിയ രൂപമല്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ പ്രേക്ഷക പ്രീതി നേടിയ സിനിമകൾ, വാണിജ്യ വിജയങ്ങളായ സിനിമകൾ ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ മാറ്റത്തിനനുസരിച്ച് MD ഒരുക്കിയ തിരക്കഥകൾ, അങ്ങനെ മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ അതൊട്ടും ചെറുതായി കാണാനാവില്ല. വേറിട്ട പരീക്ഷണങ്ങൾ, ഒപ്പം വാണിജ്യ വിജയങ്ങളും. അങ്ങനെ MT എന്ന തിരക്കഥാകൃത്തും അടയാളപ്പെടുത്തിയാണ് കടന്നു പോകുന്നത്. രഞ്ജിത്ത്, ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹരിഹരൻ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ശബരികളിൽ എപ്പോഴും കൂട്ടായി നിന്നിരുന്ന MT ഹരിഹരൻ കൂട്ടുകെട്ട് എന്ന് നമ്മളെല്ലാം വിശേഷിപ്പിച്ചിരുന്ന ചലച്ചിത്രത്തിന് ലോകത്തിന് അത്യപൂർവങ്ങളായ വിജയങ്ങളും കലാമൂല്യവുമുള്ള സൃഷ്ടികൾ സമ്മാനിച്ച ഹരിഹരൻ ഇപ്പോൾ MTക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി എത്തി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഹൃദയബന്ധമുള്ള വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് ഹരിഹരൻ എന്നുള്ളതും നമുക്കറിയാം. എത്ര ചലച്ചിത്ര കാവ്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സിനിമകളാണ് അവരുടെ കൂട്ടുകെട്ടിൽ പിറന്നിട്ടുള്ളത്. അതിൽ ഇന്നത്തെ തലമുറ പറയുന്ന തരത്തിലേക്കുള്ള മാസായിട്ടും ക്ലാസ്സായിട്ടുമുള്ള ചലച്ചിത്രങ്ങൾ, അത് ഒരിക്കലും MT എന്ന ഒരു നോവലിസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാകാരൻ എന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ തിരക്കഥകളാണ് അക്ഷരാർത്ഥത്തിൽ മറ്റൊരു തലത്തിൽ ഈയൊരു ആസ്വാദകരെ അമ്പരപ്പിച്ചിട്ടുള്ളത്. പല സാഹിത്യകാരന്മാരും സാധാരണഗതിയിൽ സാഹിത്യ മേഖലയിൽ അവരുടേതായ ഇടങ്ങളിൽ അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള രചനകൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ പോലും സിനിമയിലേക്ക് എത്തുമ്പോൾ അവർക്കൊന്നും അത്തരത്തിൽ സാഹിത്യ മേഖലയിൽ തുടർന്നിരുന്നൊരു മികവ് തുടരുവാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മൾ പലരുടെ അനുഭവങ്ങൾ വെച്ച് നമുക്കറിയാം. പക്ഷേ അവിടെയാണ് MT വ്യത്യസ്തനാവുന്നതും അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരക്കഥയിലെ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുകൾ അത് മറ്റാർക്കും പകർത്താൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അടയാളപ്പെടുത്തലായി മാറുകയും ചെയ്യുന്നത്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നിർമ്മാല്യം എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം, അത് ഇന്നും കാലങ്ങൾക്കപ്പുറം ഏറ്റവും അധികം ചർച്ചയാകുന്ന ഒരു പ്രസക്തമായ പ്രമേയം ഉൾക്കൊള്ളുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചലച്ചിത്രം ഇന്നൊരിക്കൽ ഒരുപക്ഷെ അതുപോലെ ചിത്രീകരിക്കാനാകില്ല എന്ന് എല്ലാവരും പറയുമ്പോൾ അത്രമാത്രം ദീർഘവീക്ഷണത്തോടെ അദ്ദേഹത്തിൻ്റെ ആദ്യ ചലച്ചിത്ര സംവിധാനം നിർവഹിച്ചു എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. അത് ഒരു കാലഘട്ടത്തെ മാത്രമല്ല, ഒരു പ്രത്യേക വിമർശനങ്ങൾ ഇന്ന് ഉയരാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സാഹചര്യങ്ങളെ കൂടി അദ്ദേഹം ധൈര്യപൂർവം ചിത്രീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇതുപോലൊരു ചലച്ചിത്രം ഇന്നത്തെ കാലത്ത് അസാധ്യമാണ്. അത് ഇന്ന് സാങ്കേതിക വിദ്യകളെല്ലാം ഒരുപാട് മാറിയെങ്കിൽ പോലും MT അന്ന് ആ ഒരു സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു പ്രമേയം, അതിൻ്റെ അവതരണം, അതുപോലെ നെഞ്ചുറപ്പോടെ ചിത്രീകരിക്കാൻ കഴിയുന്നവരിന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അവിടെയാണ് ഒരു കാലത്തിൻ്റെ മാറ്റം അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രത്തിലൂടെ അടയാളപ്പെടുത്തുകയായിരുന്നു എന്ന് നമുക്ക് പറയാനാവുക. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിലേക്ക് വരികയാണെങ്കിൽ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന തിരക്കഥകൾ, ഓരോ കഥാപാത്ര സൃഷ്ടിയും അവരുടെ സൂക്ഷ്മതലങ്ങളിൽ നിന്ന് നിരീക്ഷിക്കുമ്പോൾ പോലും അവർക്കെല്ലാം ഓരോ വ്യക്തിത്വങ്ങൾ, അതും അനന്യമായ വ്യക്തിത്വങ്ങൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്കെല്ലാം അദ്ദേഹം നൽകിയിരുന്നു. അത് സതയത്തിലാകട്ടെ, താഴ്വാരത്തിലാകട്ടെ, അമൃതംഗമയിലാകട്ടെ, ഏറ്റവും അവസാനം ഈ പുതിയ തലമുറയ്ക്ക് തിയേറ്ററിൽ ചെന്ന് ആസ്വദിച്ച പഴശ്ശിരാജയിലേക്കാകട്ടെ, പുതിയ തലമുറ എന്ന് പറയുമ്പോൾ 2000-നപ്പുറത്തേക്ക് വരുമ്പോൾ അത്രമാത്രം ഒരു കാലത്തിനൊപ്പം സഞ്ചരിച്ച ഒരു ചലച്ചിത്രകാരൻ കൂടിയാണ് MT എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം പഴശ്ശിരാജയൊക്കെ
ആ തിയേറ്ററിൽ ഉണ്ടാക്കിയ ഒരു തരംഗമുണ്ട്. ഒരു ചരിത്ര സിനിമയെ ചരിത്രത്തെ സിനിമാ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ സാധാരണഗതിയായി സംഭവിക്കാവുന്ന ഒട്ടേറെ ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളുമുണ്ട്. അതിലെല്ലാം അപ്പുറത്തേക്ക് അത് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും ആരാധിക്കുവാനും കഴിയുന്ന തരത്തിലേക്ക് അദ്ദേഹം മാറ്റിയെടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ചലച്ചിത്ര മേഖലയെ നമ്മൾ വിലയിരുത്തുമ്പോൾ ആദ്യം തന്നെ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു കാര്യം. പഴശ്ശിരാജ എന്ന ആ ഒരു ചിത്രം തന്നെ ഇന്ന് പലപ്പോഴും വലിയ ബജറ്റിലുള്ള ചിത്രങ്ങളൊക്കെ തിയേറ്ററിലെത്തി ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് ഉയരാതെ പോകുമ്പോൾ ആണ് പഴശ്ശിരാജ എത്രമാത്രം വലിയ ഒരു സിനിമയായിരുന്നു എന്ന് ഇപ്പോഴും ആളുകൾ വിലയിരുത്തുന്നത്. അതിലെ കഥാപാത്ര സൃഷ്ടിയാകട്ടെ, അതിലെ ആ ചരിത്ര സംഭവങ്ങളുടെ വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങളുമാകട്ടെ, എല്ലാത്തിലും MTയുടെ ഒരു സ്പർശം അതിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ തൻ്റെ ചലച്ചിത്ര സപര്യയിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥ ലഭിക്കുക എന്നാൽ അതിന് കാലങ്ങളോളം കാത്തിരിക്കുന്ന സംവിധായകർ ഇന്നും ഇപ്പോഴുമുണ്ട്. നമുക്ക് ഏറ്റവും അവസാനമായിട്ട് രണ്ടാം ഊഴം ഉണ്ടാക്കിയ വിവാദങ്ങളൊക്കെ തന്നെ അറിയാം. അതൊരിക്കലും ഒരു രണ്ടാം ഊഴം ഒരു സിനിമയായി വെള്ളിത്തിരയിലേക്ക് എത്തിക്കുക എന്നുള്ളതും അദ്ദേഹം ഒരുപക്ഷെ ആഗ്രഹിച്ചിരിക്കാം. പക്ഷേ അതങ്ങനെ തന്നെ ഒരു നോവലായിട്ട് ശേഷിക്കുകയാണ് അതിൻ്റെ പരിപൂർണത എന്ന് കാലം തെളിയിച്ചതാണ്. കാരണം മാറിയ സാഹചര്യങ്ങളിൽ MTയുടെ ആ നോവലിൻ്റെ സത്ത ഉൾക്കൊണ്ട് അത് പുതിയ തലമുറയിലെ ആസ്വാദകർക്ക് കൂടി ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ചലച്ചിത്ര കാവ്യമാക്കി മാറ്റുവാൻ ഒരുപക്ഷെ ഇന്നത്തെ സംവിധായകർക്ക് സാധിക്കണമെന്നില്ല. ഒരു തലമുറയിൽപ്പെട്ട സംവിധായകർ MTയിലൂടെ അവരുടെ മികവും അവരുടെ ചലച്ചിത്ര ജീവിതവും തുടങ്ങിയപ്പോൾ MTയുടെ കൈ പിടിച്ച് നടന്നവർ അവർ ചരിത്രത്തെ തന്നെ അടയാളപ്പെടുത്തുകയായിരുന്നു. പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരക്കഥകൾ അതിനുവേണ്ടി അത് അദ്ദേഹം അർഹിക്കുന്നവർക്ക് മാത്രമേ നൽകൂ എന്ന തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ മാറുകയും അദ്ദേഹത്തിന് വേണ്ടി തിരക്കഥയ്ക്ക് വേണ്ടി സംവിധായകർ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും പ്രധാനമായി അദ്ദേഹം ചലച്ചിത്രമാക്കണം കാണണമെന്ന് ആഗ്രഹിച്ചൊന്ന് രണ്ടാം ഊഴമായിരിക്കാം. പക്ഷേ നമുക്കറിയാം നിരവധി കാര്യങ്ങൾ, നിരവധി സാഹചര്യങ്ങൾ, കാരണങ്ങൾ അങ്ങനെ രണ്ടാം ഊഴം ചലച്ചിത്രമാകാതെ പോവുകയും അത് ഇപ്പോഴും ഏറ്റവും അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് നോവലുകളിൽ ഒന്നായി അവശേഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഓരോ കഥാപാത്രത്തെയും അവർക്കെല്ലാം കാലാതീതമായ ഒരു നിലനിൽപ്പുണ്ട് എന്നുള്ളതാണ്. അതിലൊക്കെ ഓരോ വ്യക്തിയും അവരെ തന്നെ കാണുന്ന സാഹചര്യമുണ്ട്. ഓരോ വ്യക്തിയും അവരിൽ ഉള്ള വ്യക്തിയെ ഈ സിനിമകളിലൊക്കെ കാണാം. അത് ഒരു താതാത്മ്യം പ്രാപിക്കലാണ്. കഥാകാരനും മാത്രം കഴിയുന്ന അനന്യമായ ഒരു കഴിവാണ്. അല്ലെങ്കിൽ വായിക്കുന്നവൻ്റെ, കാണുന്നവൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി അവരിൽ ഒരാളായി മാറുക. കഥ വായിക്കുമ്പോൾ നമ്മളൊക്കെ അപ്പുണ്ണിയായും ഒരുപാട് ഘട്ടങ്ങളിൽ മാറിയിട്ടുണ്ടാകും. അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും അത് ഞാനാണല്ലോ എന്ന് വായിക്കുന്നവനും അതൊരു സിനിമയായി രൂപാന്തരം വരുമ്പോൾ ഇത് എൻ്റെ അനുഭവമാണല്ലോ എന്ന് കാണുന്നവർക്കും ഒക്കെ തോന്നുന്ന തരത്തിലേക്ക് ഓരോ വ്യക്തിയിലേക്കും MT താതാത്മ്യം പ്രാപിച്ചിരുന്നു, MTയുടെ കഥാപാത്രങ്ങൾ താതാത്മ്യം പ്രാപിച്ചിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതാണ് MT അടയാളപ്പെടുത്തുന്ന ഒരു മാന്ത്രികത. ഇത് മറ്റൊരാൾക്ക് സാധിക്കില്ല എന്ന കാര്യത്തിൽ നമുക്ക് നിസ്സംശയം പറയാം. MT എന്ന രണ്ടക്ഷരം അതുകൊണ്ട് തന്നെ മലയാള സാഹിത്യ ഗോപുരത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു അമൂല്യ നക്ഷത്രമായി തിളങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അനന്യമായിട്ടുള്ള കഴിവുകൾ അതൊന്നും ഇനി മലയാള സാഹിത്യ ലോകത്തും ചലച്ചിത്ര ലോകത്തും ആർക്കെങ്കിലും അനുകരിക്കാനാകുന്നതോ പിന്തുടരാൻ കഴിയുന്നതോ ആണെന്നോ ഒരിക്കലും പറയാനാകില്ല. അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് നടന്നവരൊക്കെ അദ്ദേഹത്തിൻ്റെ സഹായത്താൽ സാഹിത്യ ലോകത്ത് എത്തിപ്പെട്ടവരുണ്ട്. അദ്ദേഹം തിരുത്തിയവരുണ്ട്. അദ്ദേഹം ഒരു തലമുറയെ
പല തലമുറകളെ അദ്ദേഹത്തിലൂടെ കടന്നു പോകാൻ അനുവദിച്ച ഒരു കഥാകാരൻ കൂടിയാണ്, ഒരു സാഹിത്യകാരൻ കൂടിയാണ് എം ടി. എം ടിയെ ഓർത്തെടുക്കുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാകുമ്പോൾ നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് സിതാരയിലേക്ക് പ്രവഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ പൊതുദർശനമില്ല, വീട്ടിൽ ഈ സിതാരയിലാകും അദ്ദേഹത്തെ